ഒത്തിരി ടാങ്ക് നോക്കി, പലരും പലതും പറയുന്നുണ്ട്. മെയിൻ സ്റ്റീൽ എക്കോസ്റ്റാറിൽ ഏത് എസ്എസിന്റെ വാട്ടർ ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് പ്ലാസ്റ്റിക് ടാങ്ക് വെയിലത്ത് ചൂടായാലും അതിന്റെ കൊണ്ടാമിനേറ്റഡ് ആകും. അതിന്റെ സ്മെല്ല് ടേസ്റ്റ് വ്യത്യാസം വരും. അത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് എല്ലാവരും എസ്എസ് ടാങ്കിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. പിന്നെ ഇതിന്റെ അടി കണ്ടത് കോണിക്കൽ ഷേപ്പ് ആണ്, കർവ്ഡ് ആണ് ബോട്ടം. അതിന്റെ അവിടുന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഡിഷിന്റെ കോണിക്കൽ ഷേപ്പാണ്, കർവ്ഡാണ്. അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. വാല് ഡൗൺ സൈഡിലും വാലും ഫുള്ള് ക്ലീൻ ചെയ്യും. അതിപ്പം ഗ്ലോസി ഫിനിഷ് ആണ് പൂപ്പിൽ പോയാലും വളരില്ല. പിന്നെ സൺലൈറ്റ് കയറില്ല. അപ്പൊ ഈ പൂപ്പിലും പോയാലും വളരില്ല. പിന്നെ ഹൈലി ഡ്യൂറബിൾ 10-25 വർഷം പറ്റും. ഇത് ചൂട് കുറവായിരിക്കും. പ്ലാസ്റ്റിക് എങ്ങനെയെങ്കിലും കുറവായിരിക്കും. ചൂടുണ്ട്. കാരണം ചൂടില്ലാതിരിക്കണമെങ്കിൽ അത് ഇൻസുലേറ്റഡ് ആയിരിക്കും, ഇൻസുലേഷൻ ചെയ്യണം. പക്ഷെ നോർമലി നമ്മുടെ വീടുകളിൽ റൂഫ് ടോപ്പിൽ വെക്കുന്നതിന് ഇൻസുലേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനൊക്കെ 5 വർഷമൊക്കെ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ചൂടുണ്ടാകും, ചൂട് കുറവായിരിക്കും. ഓവർ ഹീറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവില്ലേ. ഇത് ഫുള്ള് എസ്എസ് തന്നെയാണ്. 100%. അതിന്റെ സ്റ്റാൻഡ്, പിന്നെ നെറ്റ്, ബോൾട്ട്, ഡിഷ്, ഷെല്ല്, ബ്രീത്തർ വരുന്നത്, ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളിന്റെ ഗ്ലാൻഡ് ഇല്ല, എല്ലാം എസ്എസ് 304 ആണ്. 304 അല്ലാത്ത ഒരു മെറ്റീരിയൽ അതില്ല. അത് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി പലരും നമ്മുടെ എസ്എസ് അല്ലാതെ ഒന്നും ചെയ്യില്ല. ഹൈലി ഡ്യൂറബിൾ ആണ്. വാറണ്ടി 10 വർഷം വാറണ്ടി ഉണ്ട്. 10 വർഷം എന്ന് പറഞ്ഞാൽ 10-25 വർഷം നിൽക്കും. കാരണം ഇതിന് നല്ല ക്വാളിറ്റി വെള്ളം, നല്ല ഡ്രിങ്കിങ് വാട്ടർ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ വെള്ളത്തിൽ ഇതിന് ഡാമേജ് ആക്കാൻ പറ്റില്ല. അപ്പൊ അത് 10-25 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ വീട് തിരുവല്ല. നമുക്ക് ഡീലർ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല. പക്ഷെ നമുക്ക് കുണ്ട്രയിൽ നമുക്ക് ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്, പന്തളത്തുണ്ട്, പിന്നെ അവിടെ നിന്ന് എത്തിച്ചേരും. 2 ദിവസം കൊണ്ട് തന്നെ ടാങ്ക് കിട്ടും. ഡെലിവറി ചെയ്ത് നമുക്ക് എല്ലായിടത്തും ഉണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട്, എല്ലാം നേരിട്ടുള്ള ഔട്ട്ലെറ്റ്. നമ്മുടെ ഡീലർ ഇല്ല. അതിന്റെ മെയിൻ കാര്യം ഇതാണ്. ഏത് ക്വാളിറ്റി വെള്ളം സ്റ്റോർ ചെയ്യണം അതനുസരിച്ചാണ് ടാങ്ക് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ 304 ഗ്രേഡ് നമുക്ക് 0.6 mm തിക്നെസ് ടാങ്ക് ഉണ്ട്, 0.8 mm തിക്നെസ് ഉണ്ട്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും 0.8 mm ടാങ്ക് വാങ്ങിക്കാനാണ്. കാരണം ഇവിടെ സ്ട്രെങ്ത് കൂടുതലും ഹൈലി ഡ്യൂറബിൾ ആയിരിക്കും, കൊറോഷൻ അലവൻസ് കൂടുതലുണ്ട്. പിന്നെ ബോർവെൽ വാട്ടറാണ്, സീഷോർ ഏരിയ ഒക്കെയാണ്. പിന്നെ ഉപ്പ് കാപ്പിക്ക് അടിക്കുന്നതിന് 316 ടാങ്ക് ഉണ്ട്, അത് ഉപയോഗിക്കാം. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് 316 ടാങ്ക്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളമാണ്, അത് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഏതാണ് 304 മതി, 304.6 മതി. പക്ഷേ നിങ്ങൾ പീരിയോഡിക്കലി ക്ലീനിങ്, എക്സ്റ്റേണൽ ഇന്റർണലൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല ഡിസ്കളറേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് ചെയ്യാൻ ഒരു കുഴപ്പമില്ലേ. ഫണ്ട് ഉണ്ടെങ്കിൽ 0.8 പെർഫെക്റ്റ്. 0.8 ആയിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് അഡ്രസ്സും ലൊക്കേഷൻ 2 ദിവസം കൊണ്ട് തരാൻ പറ്റും.